എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിലെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് അനീതികൾ അതുപോലെ അക്രമങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ അടുത്ത പ്രദേശങ്ങളിൽ പോലും ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ പോലും നടക്കുമ്പോൾ ഒരു വ്യക്തി ഒരു മുസ്ലിം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ വ്യക്തിക്കെതിരെ അമുസ്ലിമായ ഒരു വ്യക്തി ഒരു കൊലപാതകം നടത്തുകയാണ്. ആ വ്യക്തിയെ കൊല്ലുകയാണ്. ആ കൊല്ലുന്ന വ്യക്തിയെ ഇസ്ലാമിക ജിഹാദ് നടത്തുന്ന ഈ വ്യക്തികൾ എന്നറിയപ്പെടുന്ന ആളുകൾ പോയി കണ്ടുപിടിച്ച് അതേ വ്യക്തിയെ കൊല ചെയ്യുമ്പോൾ അത് ജിഹാദിന്റെ ഇനത്തിൽ പെടുന്നില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു മുസ്ലിമിനെ കൊന്നവൻ അവനെ ഒരുപാട് ജിഹാദിസ്റ്റുകൾ, മുജാഹിദുകൾ എന്ന് പറയാൻ പറ്റില്ല, ജിഹാദിസ്റ്റുകൾ പോയി കൊല്ലുന്നു. അപ്പൊ അത് ജിഹാദിനെ ഗണത്തിൽപ്പെടുത്താൻ പറ്റൂല എന്നാണ് ഉത്തരം. പറ്റൂല എന്ന് മാത്രമല്ല, ജിഹാദല്ല എന്ന് മാത്രമല്ല, അത് കൊലക്കുറ്റമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇസ്ലാമിക രാഷ്ട്രത്തിൽ, ശുദ്ധ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നമുക്ക് ലഭിക്കാത്ത, മുസ്ലിമിന് ലഭിക്കാത്ത ഒരു അവകാശം ഇസ്ലാമികേതരമായ ഒരു രാജ്യത്ത് നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്നത് അടിസ്ഥാനരഹിതമാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെന്ന് വിചാരിക്കാൻ നമ്മൾ ജീവിക്കുന്നത്. എന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തെ നേർക്കുനേരെ കൊല്ലുന്നത് ഞാൻ കാണുന്നു. നേരെ ഒരാൾ എന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത് ഞാൻ കാണുന്നു. അങ്ങനെ കൊന്നതിന് ശേഷം അയാൾ ഓടിമറയുന്നു. അയാൾ ഓടിമറഞ്ഞ് ഞാൻ രാഷ്ട്രത്തെ സമീപിക്കുന്നു, പോലീസിനെ സമീപിക്കുന്നു, അയാളെ കുറിച്ചുള്ള വിവരം കൊടുക്കുന്നു. പോലീസ് അയാളെ പിടിക്കുന്നു, അയാളെ കോടതിയിൽ ഹാജരാക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ കൊല്ലുന്നത്, എന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത്. പക്ഷേ എനിക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിയുന്നില്ല. ഇദ്ദേഹം കൊന്നു എന്നതിന് വ്യക്തമായ തെളിവ് ഹാജരാക്കാൻ ഇസ്ലാമിക കോടതിയിൽ തെളിവ് ഹാജരാക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെ ഇസ്ലാമിക കോടതി വിധിക്കും ഇയാൾ കുറ്റക്കാരനല്ല, അയാളെ വെറുതെ വിടുന്നു എന്ന്. കൃത്യമായ തെളിവില്ലെങ്കിൽ ഇസ്ലാമിക കോടതി അയാളെ വെറുതെ വിടാൻ വേണ്ടി വിധിക്കും. അങ്ങനെ വിധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ നേരെ കണ്ടതാണ് എന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്നത്, എനിക്ക് അയാളെ കൊല്ലാൻ പറ്റുമോ? എനിക്ക് അയാളെ നേർക്ക് നേരെ പോയി കൊല്ലാൻ പറ്റുമോ? രാഷ്ട്രത്തിൽ നിന്ന് എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് കൊല്ലാൻ പറ്റുമോ? ഞാൻ കൊന്നാൽ ഞാൻ കൊലയാളിയാണ്. ഇസ്ലാമിക രാഷ്ട്രം എന്നെ തിരിച്ചു കൊല്ലാൻ വേണ്ടി വിധിക്കും. എന്താ കാരണം? ആയുധമെടുക്കുവാനുള്ള അധികാരം, ക്രിമിനൽ ശിക്ഷകൾ നടപ്പാക്കുവാനുള്ള അധികാരം വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ അല്ല, രാഷ്ട്രത്തിനാണ്, രാഷ്ട്ര സംവിധാനത്തിനാണ്. അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അങ്ങനെയാകുമ്പോൾ ഇസ്ലാമികേതരമായ ഒരു രാജ്യത്ത് അതല്ലാത്തൊരു അവകാശം ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നത് വെറുതെയാണ്. തീർച്ചയായും സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ഇന്ത്യ രാജ്യത്ത് എന്റെ ഒരു സഹോദരനെ കൊല്ലുന്നത് ഞാൻ കാണുന്നു. ഈ സമയത്ത് എനിക്ക് പ്രതിരോധിക്കാം, ആ സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ആ ശ്രമത്തിനിടക്ക് ഞാൻ മരണപ്പെട്ടാൽ അത് എനിക്ക് ഷഹാദത്ത് നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ അത് പ്രതിരോധമാണ്. ആ പ്രതിരോധത്തിന്റെ രംഗത്ത് ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് ഷഹാദത്തുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. എന്നാൽ ഇയാൾ കൊന്നതിന് ശേഷം അവിടെ നിന്ന് ഓടി മറഞ്ഞു, പിന്നീട് അയാളെ കൊല്ലുക എന്നത് പ്രതിരോധമല്ല, പ്രത്യാക്രമണമാണ്. പ്രത്യാക്രമണത്തിന് വ്യക്തിക്ക് അവകാശമില്ല, രാഷ്ട്രത്തിന് മാത്രമേ അവകാശമുള്ളൂ, നിയമ സംവിധാനത്തിനെ അവകാശമുള്ളൂ. അവിടെ പ്രത്യാക്രമണം നടത്തുക എന്നത് ഒരിക്കലും ഇസ്ലാം വ്യക്തിക്ക് നൽകിയ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക് നൽകിയ അവകാശമല്ല. ഒരു മുസ്ലിം ഒരവസരത്തിലും അത് ചെയ്യാനും പാടില്ല. അത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിലും ഇസ്ലാമികേതര രാഷ്ട്രത്തിലാണെങ്കിലും. പിന്നെ എന്ത് ചെയ്യും എന്നായിരിക്കും ചോദ്യം. തീർച്ചയായും ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പരിശ്രമിക്കണം. കോടതിയിൽ കേസ് കൊടുക്കണം, പോലീസിന്റെ അടുത്ത് പോകണം, അതിന് കഴിയാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണം. എന്നിട്ടും അയാളെ വെറുതെ വിട്ടാലോ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കണം, എന്നിട്ട് ക്ഷമിക്കണം. ഇതല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല. പ്രത്യാക്രമണത്തിന് ഇസ്ലാം വ്യക്തിയെയോ ഗ്രൂപ്പുകളെയോ ഒരവസരത്തിലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും.
പ്രത്യാക്രമണങ്ങളെ ഇസ്ലാം അനുവദിച്ചിട്ടില്ലെങ്കിൽ റസൂലിന്റെ കാലത്ത് ഉണ്ടായ യുദ്ധങ്ങളൊക്കെ മുശ്രിക്കുകളോടൊക്കെ യുദ്ധം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രത്യാക്രമണം ഇസ്ലാം അനുവദിച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. വ്യക്തിക്ക് പ്രത്യാക്രമണം അനുവദിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പുകൾക്ക് പ്രത്യാക്രമണം അനുവദിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ രാഷ്ട്രമാണ് പ്രത്യാക്രമണം നടത്തേണ്ടത് എന്നും ഞാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട 13 വർഷക്കാലഘട്ടത്തിലെ മക്ക ജീവിതം നിങ്ങൾ നോക്കൂ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ? നികൃഷ്ടമായി അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം കല്ലെറിഞ്ഞ് കാലിൽ നിന്ന് ചോരധാരധാരയായി ഒടുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായില്ലേ? പ്രവാചകനും സഹാബിമാരും പ്രവാചകനിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ മാത്രം, സർവേശ്വരനായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്ന് പ്രഖ്യാപിച്ചു എന്ന കാരണത്താൽ മാത്രം കൊല്ലങ്ങളോളം പട്ടിണി കിടന്ന് പച്ചിലകൾ മാത്രം തിന്ന് ആടുകളെ പോലെ വിസർജിക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായില്ലേ? എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു പ്രത്യാക്രമണം നടത്തിയില്ല. അവർക്കെതിരെ ഒരു പട നയിച്ചില്ല. അവർക്കെതിരെ ഒരു ശക്തമായ പടയണി ഉണ്ടാക്കാൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാം ഇസ്ലാമിക ആശ്ലേഷത്തിന് ശേഷം പ്രവാചകന് കഴിയുമായിരുന്നു. പക്ഷെ ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് അല്ല യത്രിബിലേക്ക് യാത്ര പുറപ്പെടുന്നു. അവിടേക്ക് പലായനം ചെയ്യുന്നു. യത്രിബിലെത്തുന്നത് മുതൽ ആ പ്രദേശം മദീനത്തുർ റസൂലാണ്, മദീനത്തു മുഹമ്മദാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗരം. അവിടെ അപ്പോൾ 2ാം അഖബ ഉടമ്പടി പ്രകാരം അവിടെ അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഭരണാധികാരി. ആ രാജ്യത്തിന്റെ ഭരണാധികാരി റസൂലുള്ളാഹിയാണ്. ആ രാജ്യത്ത് ജൂതന്മാരടക്കമുള്ള മുസ്ലിങ്ങളല്ലാത്ത ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട്. അവരുമായി കരാറിൽ ഏർപ്പെടുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധികാരമേറ്റ് കഴിഞ്ഞാൽ ആ രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് പ്രവാചകന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയുള്ള ആ രാഷ്ട്ര സംവിധാനത്തെ തകർക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ കോപ്പുകൂട്ടിയപ്പോഴാണ് ബദർ ഉണ്ടാകുന്നത്, ഉഹുദ് ഉണ്ടാകുന്നത്, ഖന്ദഖും ഹുനൈനും അങ്ങനെയുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും വളരെ പ്രസക്തമാണ് ചോദ്യം. പ്രതിരോധമുണ്ട് ഇസ്ലാമിൽ, പ്രത്യാക്രമണമുണ്ട് ഇസ്ലാമിൽ. ഈ പ്രത്യാക്രമണം ചെയ്യേണ്ടത്, പ്രത്യാക്രമിക്കേണ്ടത് രാഷ്ട്രമാണ്, രാഷ്ട്രഘടനയാണ്. കൃത്യമായ ഒരു നേതൃത്വത്തിന് കീഴിൽ ഒരു പ്രദേശത്തിന്റെ ഭരണമുള്ള സൈന്യമുള്ള നേതൃത്വമാണ് അതിന് ആഹ്വാനം ചെയ്യേണ്ടത്. ആ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ നേതൃത്വത്തിന് കീഴിലുള്ള ആളുകൾ അത് ചെയ്യൽ നിർബന്ധവുമാണ്, യാതൊരു സംശയവുമില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലെ ഖലീഫ യുദ്ധം വേണം എന്ന് നിശ്ചയിക്കുകയും ആ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ആ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നത്. എന്നാൽ അതല്ലാത്ത ഒരവസരത്തിൽ പ്രത്യാക്രമണം ഇസ്ലാം അനുവദിച്ചതായി പ്രവാചക ചരിത്രത്തിൽ നിന്നോ പരിശുദ്ധ ഖുർആനിൽ നിന്നോ യാതൊരു തെളിവും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല.